പാലപ്പള്ളി ചൊക്കനയിൽ വീട്ടുമുറ്റത്ത് കാട്ടാന ഇറങ്ങി വാഴകൃഷി നശിപ്പിച്ചു. അതിരപ്പള്ളിയിൽ മറ്റൊരു കാട്ടാനയ്ക്ക് കൂടി പരിക്കേറ്റതായി വിവരം. ജനവാസ മേഖലയിലെ സ്ഥിര സാന്നിധ്യമായ ഏഴാറ്റുമുഖം ഗണപതിക്കാണ് പരിക്കേറ്റത്. ചാവക്കാട് വസ്ത്ര വ്യാപാര സ്ഥാപനത്തിൽ ചുമർ കുത്തി തുറന്ന മോഷണ ശ്രമം. ബീച്ച് റോഡിലെ മാ ആൻഡ് ബേബി എന്ന സ്ഥാപനത്തിലാണ് മോഷണ ശ്രമം നടന്നത്. ഒല്ലൂർ സെന്ററിൽ സ്കൂട്ടറിന് പിറകിൽ ലോറിയിടിച്ച് സ്കൂട്ടർ യാത്രികന് ദാരുണാന്ത്യം. ചേർപ്പ് പാറക്കോവിൽ സോമൻ വാര്യരാണ് മരിച്ചത്. മനക്കൊടിയിൽ നിർത്തിയിട്ട പെട്ടി ഓട്ടോറിക്ഷ കിണറിന്റെ ആൾമറ ഇടിച്ചു തകർത്തു. മതിലകം കഴിവിലങ്ങിൽ യുവതി തൂങ്ങി മരിച്ച സംഭവത്തിൽ രണ്ടാം ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം സ്വദേശിനി അനുവാണ് മരിച്ചത്. മതിലകം കഴിവിലങ്ങ് സ്വദേശി പ്രശാന്തിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ചെറുഭരണിക്ക് കൊടിയേറി. 18 കാവുകളിൽ കുംഭഭരണി ഇന്ന് ആഘോഷിക്കുന്നു. വേലൂപ്പാടം കവരംപള്ളി കുന്നിൽ വൻ തീപിടുത്തം. പുലിക്കണി മുള ഗവേഷണ കേന്ദ്രത്തിന്റെ അതിർത്തിയോട് ചേർന്നുള്ള പറമ്പുകളിലാണ് തീ പടർന്നത്. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. പാലപ്പള്ളി ചൊക്കനയിൽ വീട്ടുമുറ്റത്ത് കാട്ടാന ഇറങ്ങി വാഴകൃഷി നശിപ്പിച്ചു. 1 മണിക്കൂറോളം മുറ്റത്ത് നിലയുറപ്പിച്ച ആനയെ നാട്ടുകാർ പടക്കം പൊട്ടിച്ചും പാട്ടകൊട്ടിയും കാട്ടിലേക്ക് കയറ്റി. ചൊക്കന ക്ലബിന് സമീപത്ത് താമസിക്കുന്ന വട്ടോളി മുഹമ്മദ് അലിയുടെ പാടിയിലാണ് കൊമ്പൻ ഇറങ്ങിയത്. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം. പ്രദേശത്ത് നിലയുറപ്പിച്ചിരുന്ന ആനക്കൂട്ടത്തിൽ നിന്ന് ഒരു കൊമ്പൻ പാടിയിലെത്തുകയായിരുന്നു. ഇവിടെയുണ്ടായിരുന്ന വാഴയും ചക്കയും അകത്താക്കിയ ആന 1 മണിക്കൂറോളമാണ് മുറ്റത്ത് നിലയുറപ്പിച്ചത്. മുൻപും ഇതേ ആന ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് വീട്ടുകാർ പറയുന്നു. കൊമ്പന്റെ അരികിലേക്ക് ആനക്കൂട്ടം എത്തുമോ എന്ന ഭീതിയിലാണ് നാട്ടുകാർ ആനയെ പടക്കം പൊട്ടിച്ച് കാട്ടിലേക്ക് കയറ്റിയത്. അതിരപ്പള്ളിയിൽ മറ്റൊരു കാട്ടാനയ്ക്ക് കൂടി പരിക്കേറ്റതായി സൂചന. ജനവാസ കേന്ദ്രങ്ങളിലെ സ്ഥിര സാന്നിധ്യമായ ഏഴാറ്റുമുഖം ഗണപതി എന്ന കൊമ്പനാണ് കാലിന് പരിക്കേറ്റതായി സൂചന ലഭിച്ചത്. ഇതേ തുടർന്ന് ആനയെ നിരീക്ഷിക്കാൻ ഡോക്ടർമാരുടെ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. വനംവകുപ്പ് ഡോക്ടർമാരായ ഡോക്ടർ ബിനോയ്, ഡോക്ടർ മിഥുൻ, ഡോക്ടർ ഡേവിഡ് എന്നിവരുടെ സംഘം ഏഴാറ്റുമുഖ ഗണപതിയെ നിരീക്ഷിക്കാനെത്തി. എന്നാൽ ഡോക്ടർമാരുടെ സംഘത്തിന് ആനയെ കണ്ടെത്താനായില്ല. ആനയെ വരും ദിവസങ്ങളിലും നിരീക്ഷിക്കുമെന്ന് വെറ്റിനറി ഡോക്ടർ ബിനോയ് പറഞ്ഞു. വിശദ പരിശോധന നടത്തിയതിനു ശേഷം ഡിഎഫ്ഒക്ക് റിപ്പോർട്ട് സമർപ്പിക്കും. കഴിഞ്ഞ മാസം മസ്തകത്തിന് മുറിവേറ്റ കൊമ്പനെ 2ാം തവണ മയക്കുവെടി വെച്ചപ്പോൾ വീഴാതെ താങ്ങി നിർത്തിയതോടെയാണ് ഏഴാറ്റുമുഖം ഗണപതി കൂടുതൽ പ്രശസ്തനായത്. ചാവക്കാട് ബീച്ച് റോഡിൽ കുട്ടികളുടെ വസ്ത്രവ്യാപാര സ്ഥാപനത്തിൽ ചുമർ കുത്തി തുറന്ന മോഷണ ശ്രമം. ചാവക്കാട് ബീച്ച് റോഡിലെ മാ ആൻഡ് ബേബി എന്ന സ്ഥാപനത്തിലാണ് മോഷണ ശ്രമം നടന്നത്. രാവിലെ സ്ഥാപനത്തിലെ ജീവനക്കാർ എത്തിയപ്പോഴാണ് എക്സ്പോസ് ഫാൻ ഘടിപ്പിച്ച ചുമർ ഭാഗം തുറന്ന നിലയിൽ കണ്ടത്. കടയിൽ നിന്ന് ഒന്നും തന്നെ നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് പാർട്ട്ണർ MA ഷുഹൈബ് പറഞ്ഞു. ചാവക്കാട് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഏതാനും നാളുകളായി മേഖലയിൽ കടകളിൽ മോഷണം വ്യാപകമായി വരുന്നത് ആശങ്ക ഉണ്ടാക്കുന്നതാണെന്നും ഇതിനെതിരെ പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും ചാവക്കാട് മെർച്ചന്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ജോജി തോമസ് പറഞ്ഞു. ഒല്ലൂർ സെന്ററിൽ സ്കൂട്ടറിന് പിറകിൽ ലോറിയിടിച്ച് സ്കൂട്ടർ യാത്രികന് ദാരുണാന്ത്യം. ചേർപ്പ് പാറക്കോവിൽ ശ്രീവത്സം വീട്ടിൽ 58 വയസ്സുള്ള സോമൻ വാര്യരാണ് മരിച്ചത്. പെരുമ്പാവൂരിൽ നിന്നും തൃശൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന ലോറി അതേ ദിശയിൽ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിന്റെ പിറകിലടിക്കുകയായിരുന്നു. തൃശൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ഒല്ലൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. മനക്കൊടിയിൽ നിർത്തിയിട്ട പെട്ടി ഓട്ടോറിക്ഷ കിണറിന്റെ ആൾമറ ഇടിച്ച് തകർത്തു. കഴിഞ്ഞ ദിവസം രാത്രി മനക്കൊടി ആശാരി മൂലയിലാണ് സംഭവം. വല്ലത്തുപറമ്പിൽ അജിതയുടെ വീടിന്റെ കിണറിലാണ് ഏസ് ഓട്ടോ ഇടിച്ചു കയറിയത്. റോഡരികിൽ വാഹനം നിർത്തിയിട്ട് ഭക്ഷണം കഴിക്കാൻ പോയ ഡ്രൈവർ തിരിച്ചു വന്നപ്പോഴാണ് വാഹനം കിണറിൽ ഇടിച്ചു നിൽക്കുന്ന നിലയിൽ കണ്ടത്. അപകടത്തിൽ കിണറിന്റെ ആൾമറ തകർന്നുവെങ്കിലും ആർക്കും പരിക്കില്ല. ഇറക്കമുള്ള റോഡിൽ നിർത്തിയിട്ടിരുന്ന വാഹനം മുമ്പോട്ട് നിരങ്ങി നീങ്ങി തനിയെ കിണറിൽ വന്ന് ഇടിക്കുകയായിരുന്നുവെന്ന് പറയും. എരുമപ്പെട്ടി കടങ്ങോട് റോഡിന് സമീപം ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരായ 3 പേർക്ക് പരിക്കേറ്റു. പന്നിത്തടം സ്വദേശികളായ ആഷിഫ, വിദ്യാർത്ഥികളായ ആഷ്മിൽ, ഫിദ എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റ 3 പേരെയും ആക്സ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാഞ്ഞാണി പെരുമ്പുഴ സംസ്ഥാന പാതയിൽ ബൈക്കും പെട്ടി ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികനായ യുവാവിന് ഗുരുതര പരിക്ക്. വെളുത്തൂർ സ്വദേശി പാറക്കൽ വീട്ടിൽ ശരത്ലാലിനാണ് പരിക്കേറ്റത്. ഇയാളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
മതിലകം കഴിവിലങ്കിൽ യുവതി തൂങ്ങി മരിച്ച സംഭവത്തിൽ രണ്ടാം ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം രാജീവ് നഗർ സ്വദേശി ജോസഫിന്റെ മകൾ 34 വയസ്സുള്ള അനുവാണ് മരിച്ചത്. രണ്ടാം ഭർത്താവ് മതിലകം കഴിവിലങ്ങ് സ്വദേശി ചേനോത്തുപറമ്പിൽ പ്രശാന്തിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം വീട്ടിലെ ജനൽ കമ്പിയിലാണ് ഇവരെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആദ്യ ഭർത്താവിനെ ഉപേക്ഷിച്ച ശേഷം 3 വർഷത്തോളമായി പ്രശാന്തിനൊപ്പം മതിലകം കഴിവിലങ്ങിലാണ് ഇവർ താമസിച്ചു വരുന്നത്. അനു മരിച്ചതറിഞ്ഞ പ്രശാന്തും ആത്മഹത്യയ്ക്ക് ശ്രമിച്ചുവെങ്കിലും നാട്ടുകാരും പോലീസും ചേർന്ന് ഇയാൾ ആശുപത്രിയിൽ എത്തിച്ച് രക്ഷപ്പെടുത്തുകയായിരുന്നു. രണ്ടാം ഭർത്താവിന്റെ ഉപദ്രവവും പീഡനവും മൂലമാണ് അനു തൂങ്ങി മരിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. രൗദ്രതയുടെ ആഘോഷമായ മീനഭരണിയുടെ വരവറിയിച്ച് കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പാക്കാവിൽ ചെറുഭരണിക്ക് കൊടികയറി. ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി മഹോത്സവത്തിന് മുന്നോടിയായുള്ള ചെറുഭരണി കൊടിയേറ്റം ആയിരക്കണക്കിന് ഭക്തരെ സാക്ഷിയാക്കിയാണ് നടന്നത്. പരമ്പരാഗത അവകാശിയായ കാവിൽ വീട്ടിൽ ആനന്ദനും സംഘവും ഭഗവതിക്ക് പട്ടും താലിയും സമർപ്പിക്കുന്നതാണ് ചെറുഭരണി നാളിലെ പ്രധാന ചടങ്ങ്. വലിയ തമ്പുരാൻ നൽകിയ അധികാര ചിഹ്നമായ പവിഴമാല ധരിച്ചാണ് ആനന്ദനും സംഘവും എത്തിയത്. ഇവർ ക്ഷേത്രത്തിന്റെ വടക്കേ നടയിലെത്തിയതോടെ അടികൾമാരും ക്ഷേത്ര ജീവനക്കാരും ഭക്തജനങ്ങളുമടക്കം പ്രദക്ഷിണ വഴി ഒഴിഞ്ഞ് കാത്തുനിന്നു. ആനന്ദനും അനന്തരാവകാശിയും 3 വട്ടം ക്ഷേത്ര പ്രദക്ഷിണം നടത്തിയ ശേഷം വടക്കേ നടയിലെ കോഴിക്കല്ലിൽ പട്ടും താലിയും സമർപ്പിച്ച് ദേവിയെ വണങ്ങി. ഇതോടെ ക്ഷേത്രത്തിലെ ആൽമരങ്ങളിലും പന്തലുകളിലും കൊടിക്കൂറകൾ ഉയർന്നു. മാർച്ച് 31-നാണ് അശ്വതി കാവുതീണ്ടൽ. ഭരണി നാളിലെ വെന്നിക്കൊടി നാട്ടലോടെ മീനഭരണി മഹോത്സവം സമാപിക്കും. പതിനെട്ടര കാവുകളിൽ കുംഭഭരണി എന്ന് ആഘോഷിക്കുന്നു. പാലിയക്കര ചേന്നംകുളങ്ങര ഭഗവതി ക്ഷേത്രം, പുതുക്കാട് കുറുമാലിക്കാവ്, തിരൂർ വടകുറുമ്പക്കാവ്, വേലൂർ മണിമലർക്കാവ് തുടങ്ങി 18 കാവുകളിലും അരക്കാവായി കണക്കാക്കുന്ന തൃക്കൂർ പുറയങ്കാവ് ക്ഷേത്രത്തിലുമാണ് വേല ആഘോഷിക്കുന്നത്. പൂരമെഴുന്നള്ളിപ്പ്, വിവിധ സമുദായക്കാരുടെ വേലവരവ്, പൂതൻ, തിറ, കാളക്കളി, കുതിരവേല, തട്ടിന്മേൽ കളി, ഗുരുതി തുടങ്ങിയവ ഭരണിവേലയുടെ പ്രത്യേകതയാണ്. തട്ടകത്തമ്മയെ ദർശിക്കാൻ 32 വർഷങ്ങൾക്ക് ശേഷം കരിയന്നൂർ ദേശകുതിര വേലൂർ മണിമലർക്കാവിലേക്ക് പുറപ്പെട്ടു. ജനകീയ ദേശകൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് കുതിരയെ എഴുന്നള്ളിക്കുന്നത്. വേലൂർ മണിമലർക്കാവ് ക്ഷേത്രത്തിലെ കുംഭഭരണി വേല ആഘോഷത്തിൽ ഇത്തവണ കരിയന്നൂർ ദേശകുതിരയും പങ്കെടുക്കും. 32 വർഷമായി മുടങ്ങിയ കുതിര എഴുന്നള്ളിപ്പ് ജനകീയ ദേശക്കൂട്ടായ്മ രൂപീകരിച്ചാണ് പുനരാരംഭിച്ചത്. മുൻപ് മരത്തിലും തകിടിലും പണിത കുതിരയായിരുന്നു എഴുന്നള്ളിച്ചിരുന്നത്. ഇത്തവണ വെള്ളോടിയോടുകൂടിയ പുതിയ പട്ടുകുതിരയുമായാണ് നിർമ്മിച്ചിരിക്കുന്നത്. പഴവൂർ ചന്ദ്രനാശാരിയാണ് പ്ലാവിന്റെ മരത്തിൽ കുതിരത്തല പണിതത്. തയ്യൂർ ഉണ്ണി ആശാരി തണ്ടും ചട്ടക്കൂടും നിർമ്മിച്ചു. സുധൻ ചൂണ്ടൽ ചൂരൽ പണികളും ചെയ്തു. സുനിൽ ചൂണ്ടലാണ് വെള്ളോടിയെ നിർമ്മിച്ചത്. തണ്ടിലം ഹരിദാസനാണ് പട്ടുചുറ്റി അലങ്കാരങ്ങൾ ചെയ്തത്. ദേശത്തെ തച്ചന്മാരും നിർമ്മാണത്തിൽ പങ്കാളികളായി. ദേശകമ്മിറ്റി പ്രസിഡന്റ് ചന്ദ്രൻ തേറുപറമ്പിൽ, സെക്രട്ടറി KS വേലായുധൻ എന്നിവരാണ് നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത്. കരിയന്നൂർ ശിവവിഷ്ണു ക്ഷേത്രത്തിൽ വെച്ച് നടത്തിയ പൂജാകർമ്മങ്ങൾക്ക് ശേഷം നിർമ്മാണത്തിൽ പ്രധാന പങ്കാളിയായ KS വേലായുധൻ കുതിരയ്ക്ക് തല കൊളുത്തി. തുടർന്ന് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ കുതിര എഴുന്നള്ളിപ്പ് നടന്നു. TCV ന്യൂസ്, എരുമപ്പെട്ടി. വേലൂർ മണിമലർക്കാവ് കുതിരവേലയോടനുബന്ധിച്ച് 3 ദിവസം നീണ്ടു നിൽക്കുന്ന ചിത്രശില്പ പ്രദർശനം ആരംഭിച്ചു. വേലൂരിലെയും പരിസര പ്രദേശങ്ങളെയും ചിത്രകാരന്മാരുടെയും ശില്പികളുടെയും സൃഷ്ടികളാണ് പ്രദർശനത്തിലുള്ളത്. ശശി ആത്താണിക്കൽ, ജയൻ പാത്രാമംഗലം, ശർമാജി വേലൂർ, സുർജിത്ത് കൃഷ്ണ, പ്രവീൺ, സ്മിജ വിജയൻ, അനൂപ് നാരായണൻ തുടങ്ങിയവരുടെ ചിത്രങ്ങളും ശില്പങ്ങളും പ്രദർശനത്തിലുണ്ട്. മരത്തിലും പേപ്പർ പൾപ്പിലും തീർത്ത ശില്പങ്ങളും എണ്ണച്ചായ ചിത്രങ്ങൾ, ഡ്രോയിങ്ങുകളുമാണ് പ്രദർശനത്തിന് വെച്ചിട്ടുള്ളത്. വേലൂർ ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് പ്രദർശനം സംഘടിപ്പിച്ചിട്ടുള്ളത്. ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക പ്രവർത്തക PC പങ്കജം അധ്യക്ഷയായി. ശില്പി ജയൻ പാത്രാമംഗലം, രവി കേച്ചേരി തുടങ്ങിയവർ സംസാരിച്ചു.
വേലൂപ്പാടം കവരംപള്ളി കുന്നിൽ വൻ തീപിടുത്തം. പുലിക്കണ്ണി മുള ഗവേഷണ കേന്ദ്രത്തിന്റെ അതിർത്തിയോട് ചേർന്നുള്ള പറമ്പുകളിലാണ് തീ പടർന്നത്. സ്വകാര്യ വ്യക്തികളുടെ റബ്ബർ മരങ്ങളും മറ്റ് കാർഷിക വിളകൾക്കും തീപിടിച്ചു. കാറ്റിന്റെ ശക്തിയിൽ തീ വേഗത്തിൽ വ്യാപിച്ചത് നാട്ടുകാരെ ആശങ്കയിലാക്കി. തീപിടുത്തമുണ്ടായ ഭാഗത്തേക്ക് ഫയർഫോഴ്സിന്റെ വലിയ വാഹനത്തിനെത്താൻ കഴിയാതിരുന്നത് പ്രതിസന്ധി രൂക്ഷമാക്കി. വനപാലകരെത്തി വന അതിർത്തിയിൽ ഫയർലൈൻ നിർമ്മാണം നടത്തി തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു. താഴ്ന്ന പ്രദേശത്തുള്ള വീടുകളിലേക്ക് തീ എത്താതിരിക്കാൻ മലയോര കർഷക സംരക്ഷണ സമിതി പ്രവർത്തകരും ജാഗ്രത പുലർത്തി. ശ്വാസകോശാണുബാധയെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതി വീണ്ടും മോശമായി. കഫക്കെട്ടും ശ്വാസതടസ്സവും വർദ്ധിച്ചതിനെ തുടർന്ന് വീണ്ടും വെന്റിലേറ്റർ സൌകര്യം ഏർപ്പെടുത്തി. ആരോഗ്യനില വീണ്ടെടുത്തെന്ന ആശ്വാസ വാർത്തകൾക്കിടെയാണ് സ്ഥിതി വീണ്ടും മോശമായത്. വെള്ളിയാഴ്ച ഛർദിയും ശ്വാസതടസ്സവും നേരിട്ടതിനെ തുടർന്ന് ആരോഗ്യനില വഷളായിരുന്നു. കഴിഞ്ഞ മാസം 14-നാണ് ബ്രോങ്കൈറ്റിസ് ലക്ഷണങ്ങളോടെ മാർപ്പാപ്പയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ തച്ചപ്പള്ളി പാലവും പരിസരവും രാത്രികാലങ്ങളിൽ ലഹരി കേന്ദ്രമായി മാറുന്നതായി പരാതി. കൊടുങ്ങല്ലൂർ മാള റോഡിലുള്ള തച്ചപ്പള്ളി പാലവും പരിസരവും ലഹരി ഉപയോഗിക്കുന്നവരുടെയും ലഹരി വിൽപ്പനക്കാരുടെയും സങ്കേതമായി മാറുമ്പോൾ നാട്ടുകാർ ഭീതിയിലാണ്. കോളേജ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ഇക്കൂട്ടത്തിലുണ്ടെന്ന് നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നു. കൊടുങ്ങല്ലൂർ മാള പോലീസ് സ്റ്റേഷനുകൾ അതിർത്തി പങ്കിടുന്ന പാലം പകൽ പോലും വിജനമാണ്. കൂടാതെ രാത്രികാലങ്ങളിൽ ഇക്കൂട്ടർക്ക് സ്വൈര്യവിഹാരത്തിന് ചേർന്ന ഇടമാണ് ഇവിടം. പുല്ലൂറ്റ് വില്ലേജിന്റെ പല ഭാഗങ്ങളിലും അർദ്ധരാത്രിയിൽ പോലും ചെറുപ്പക്കാരുടെ സംഘങ്ങൾ തമ്പടിക്കുന്നതും ആൾപ്പാർപ്പില്ലാത്ത വീടുകൾ കേന്ദ്രീകരിച്ച് സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നതും പതിവായി മാറിയിട്ട് കാലങ്ങളായി. പുല്ലൂറ്റ് മേഖല പൊതുവായിട്ട് ഇപ്പം മൊത്തത്തിൽ ഒരു മയക്കുമരുന്നിൻ്റെ ഒരു മേഖലയായി തീർന്നിരിക്കുകയാണ്. ഈ അമ്പല കോമ്പൗണ്ട് തന്നെ അവരൊരു കേന്ദ്രമാണ്. അമ്പലത്തിൽ പൂജ ഒഴിഞ്ഞുള്ള സമയങ്ങളിലൊക്കെ ഇവിടെ കാറ് കിടക്കണതാണ്. അമ്പല കോമ്പൗണ്ടിൽ ഉള്ളിൽ പിള്ളേരായിട്ടും കോളേജ് പിള്ളേരായിട്ടും വേറെ പുറത്തുനിന്ന് വന്ന ആൾക്കാരും ഒക്കെ തമ്പടിക്കുന്നുണ്ട്. പിന്നെ പുല്ലൂറ്റ് പുതിയ പോസ്റ്റിൻ്റെ പടിഞ്ഞാറ് വശം അവിടെ ഒഴിഞ്ഞു കിടക്കുന്ന കുറേ വീടുകളുണ്ട്. അവിടെയൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി നമുക്ക് റോട്ടിൽ കൂടെ പോകാൻ പേടിയാവും. കാരണം ഈ ഒഴിഞ്ഞു കിടക്കുന്ന വീടുകളിൽ നിന്നായിരിക്കും പിള്ളേർ മോളിൽ നിന്ന് മതിലിൻ്റെ മോളിൽ നിന്നൊക്കെ എടുത്ത് ചാടുകയാണ്. സത്യത്തിൽ നമുക്കിവിടെ ജീവിക്കാൻ തന്നെ പേടിയായി തുടങ്ങി. പോലീസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാത്രികാലങ്ങളിലൊക്കെ ഇവിടെ വന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ അഴിഞ്ഞാട്ടം തന്നെ നടക്കും. ഇറിഗേഷൻ വകുപ്പിന് കീഴിലുള്ള ചീരക്കുഴി ജലസേചന പദ്ധതിയുടെ ഭാഗമായ ചീരക്കുഴി റെഗുലേറ്ററിൽ സെഡിമെന്റേഷൻ സർവേ തുടങ്ങി. പ്രളയത്തിന് ശേഷം റെഗുലേറ്ററിൽ നിലവിലുള്ള ജലസംഭരണ ശേഷി തിട്ടപ്പെടുത്തുകയാണ് സർവേയുടെ പ്രധാന ലക്ഷ്യം. വെള്ളത്തിന്റെ അളവ് കണ്ടുപിടിക്കുന്നതിനായി ഇന്റഗ്രേറ്റഡ് ബാത്ത് മെട്രിക് സർവേക്കാണ് തുടക്കമിട്ടിരിക്കുന്നത്. എക്കോ സൗണ്ടർ GPS സംവിധാനങ്ങളുള്ള ബോട്ടിലൂടെ സഞ്ചരിച്ചാണ് സർവേ നടത്തുന്നത്. ജലസേചന വകുപ്പിന് കീഴിലുള്ള പീച്ചിയിലെ കേരള എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡെപ്യൂട്ടി ഡയറക്ടറുടെ നേതൃത്വത്തിലാണ് സർവേ. സർവേ റിപ്പോർട്ട് ചീരക്കുഴി സബ് ഡിവിഷന് കൈമാറും. ഗായത്രി പുഴയിലേക്ക് മറ്റൊരു കൈവഴി ചേരുന്ന പഴമ്പാലക്കോട് വരെ ബോട്ടിൽ സഞ്ചരിച്ചാണ് പഠനം നടത്തുക. ഭാരതപ്പുഴയുടെ പോഷക നദിയായ ഗായത്രി പുഴയിൽ നിർമ്മിച്ച തടയണയാണ് ചീരക്കുഴി റെഗുലേറ്റർ. ചേലക്കര നിയോജക മണ്ഡലത്തിലെ പഴയന്നൂർ, കൊണ്ടാഴി, പാഞ്ഞാൾ, ചെറുതുരുത്തി, ദേശമംഗലം എന്നീ 5 പഞ്ചായത്തുകളിലെ മുണ്ടകൻ കൃഷിക്ക് വേണ്ടി 40 കിലോമീറ്ററിലധികം നീളത്തിലുള്ള കനാൽ ശൃംഖലയും ഇതിന്റെ ഭാഗമായുണ്ട്. ആദ്യമായിട്ടാണ് ഇവിടെ ഇത്തരത്തിലുള്ള സർവേ നടത്തുന്നത്. TCV ന്യൂസ്, തിരുവില്ലാമല. തിരുവമ്പാടി ക്ഷേത്രത്തിലെ അന്നദാന മണ്ഡപം പുതുക്കി പണിയുന്നതിന് തുടക്കം കുറിച്ചു. ഏരേകത്ത് വീട്ടിൽ അഡ്വക്കേറ്റ് KG അനിൽകുമാറാണ് ലിഫ്റ്റ് അടക്കമുള്ള മണ്ഡപം നിർമ്മിച്ചു നൽകുന്നത്. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പുലിയന്നൂർ ശങ്കരനാരായണ നമ്പൂതിരിപ്പാട്, ഉമ അനിൽകുമാർ, അമൽജിത്ത് A. മേനോൻ എന്നിവർ ഭദ്രദീപം കൊളുത്തി ആരംഭം കുറിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് പത്മശ്രീ ഡോക്ടർ TA. സുന്ദർ മേനോൻ, വൈസ് പ്രസിഡന്റ് പ്രശാന്ത് മേനോൻ, സെക്രട്ടറി K. ഗിരീഷ് കുമാർ, ജോയിന്റ് സെക്രട്ടറി P. ശശീധരൻ തുടങ്ങിയവർ പങ്കെടുത്തു. തെക്കുംകര പഞ്ചായത്തിൽ വേസ്റ്റ് കളക്ഷൻ ആരംഭിച്ചു. സംസ്ഥാനത്ത് വേസ്റ്റ് കളക്ഷൻ അനുമതി ലഭിച്ച 3 പഞ്ചായത്തുകളിൽ ഒരു പഞ്ചായത്താണ് തെക്കുംകര. പരങ്ങാട്ടുകര വാർഡിലെ ശ്രീനിലയം ആനന്ദകൃഷ്ണന്റെ വസതിയിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് TV. സുനിൽകുമാർ കളക്ഷൻ ഏറ്റുവാങ്ങി ഉദ്ഘാടനം നിർവഹിച്ചു. നിശ്ചിത തുക നൽകിയാണ് വേസ്റ്റ് കളക്ഷൻ നടത്തുന്നത്. എല്ലാ തരത്തിലുള്ള വേസ്റ്റും കളക്ഷൻ ചെയ്ത് പൂർണ്ണമായും മാലിന്യരഹിത പഞ്ചായത്താക്കി മാറ്റുകയാണ് ലക്ഷ്യം. വൈസ് പ്രസിഡന്റ് E. ഉമാലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ VC. സജീന്ദ്രൻ, PR. രാധാകൃഷ്ണൻ, മെമ്പർമാരായ AR. കൃഷ്ണൻകുട്ടി,
PT മണികണ്ഠൻ, സെക്രട്ടറി ഡോക്ടർ TN ബിന്ദു തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. തൃശൂർ സമർപ്പണ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഭാവഗായകൻ P. ജയചന്ദ്രൻ അനുസ്മരണവും ഗാനസന്ധ്യയും സംഘടിപ്പിച്ചു. ജയചന്ദ്രന്റെ 81ാം ജന്മദിനത്തിൽ സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന ജയസ്മൃതി ഗാനരചയിതാവ് MD രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റ് ചെയർമാൻ അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പിന്നണി ഗായകൻ ദേവാനന്ദ്, ജയചന്ദ്രന്റെ സഹോദരൻ P. കൃഷ്ണകുമാർ, രമേശ് ഗോപാലകൃഷ്ണൻ, മോഹൻദാസ് അഞ്ചേരി, MA ബാബു, ജനറൽ കൺവീനർ TC സേതുമാധവൻ, പ്രോഗ്രാം കൺവീനർ ശ്രീകുമാർ ആമ്പല്ലൂർ, കൺവീനർ ബിജോയ് തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പ്രോഗ്രാം കോർഡിനേറ്റർ ആർട്ടിസ്റ്റ് നന്ദകുമാറിന്റെ നേതൃത്വത്തിൽ സംഗീത പരിപാടിയും അരങ്ങേറി. മറ്റത്തൂർ പഞ്ചായത്തിലെ കടമ്പോട് മൂപ്പൻതാഴം കോടാലി റോഡിലുള്ള പാലം വാഹന ഗതാഗതം സാധ്യമാക്കുന്ന രീതിയിൽ വീതി കൂട്ടി നിർമ്മിക്കണമെന്ന് CPI കടങ്ങോട് ബ്രാഞ്ച് സമ്മേളനം ആവശ്യപ്പെട്ടു. സംസ്ഥാന കൌൺസിൽ അംഗം KP സന്ദീപ് ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി KV ഷൈജു അധ്യക്ഷത വഹിച്ചു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മോഹനൻ ചള്ളിയിൽ, ബ്രാഞ്ച് സെക്രട്ടറി IK സലീഷ് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സജിത രാജീവ് എന്നിവർ സംസാരിച്ചു. അഖില ഭാരതീയ ഗോസേവ ഫൌണ്ടേഷന്റെ നേതൃത്വത്തിൽ ഹൈദരാബാദിൽ നിന്നുള്ള ബാലകൃഷ്ണ ഗുരുസ്വാമിയും സംഘവും നയിക്കുന്ന 180 ദിവസത്തെ കാശ്മീർ കന്യാകുമാരി ഗോസംരക്ഷണ പദയാത്രയ്ക്ക് കൊടകര കണ്ടംകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ സ്വീകരണം നൽകി. പദയാത്രയ്ക്ക് ക്ഷേത്രം പ്രസിഡന്റ് സത്യൻ കുറുവത്ത്, സെക്രട്ടറി രഘു P. മേനോൻ, വൈസ് പ്രസിഡന്റ് ശശീധരൻ തൃക്കാശ്ശേരി, ജോയിന്റ് സെക്രട്ടറി സജി പെരുമ്പുള്ളി എന്നിവർ ചേർന്ന് സ്വീകരണം നൽകി. ക്ഷേത്രം മേൽശാന്തി ചുള്ളിമംഗലത്ത് മനക്കൽ വാസുദേവൻ നമ്പൂതിരി ഗോപൂജ നടത്തി. തമിഴ്നാട് കടലൂരിൽ 2 വീടുകൾ കുത്തിത്തുറന്ന് മോഷണം നടത്തിയ പ്രതികളെ ചെറുതുരുത്തിയിൽ നിന്നും തമിഴ്നാട് പോലീസ് പിടികൂടി. ചെറുതുരുത്തി കോഴിമാമ്പറമ്പ് കോളനിയിൽ താമസിച്ചു വരുന്ന അജിത്ത്, സഹോദരിയുടെ ഭർത്താവ് വെങ്കടേഷ് എന്നിവരെയാണ് തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇരുവരും 2 വീടുകൾ കുത്തിത്തുറന്ന് 32 പവൻ സ്വർണവും 1 കിലോ വെള്ളിയും 2 ലക്ഷം രൂപയും കവർച്ച നടത്തിയതായി പോലീസ് പറഞ്ഞു. വിരുദാചലം SI ചന്തുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മോഷ്ടാക്കളെ പിടികൂടിയത്. ചെറുതുരുത്തി SI വർഗീസ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ വിനീത് മോൻ, ഗിരീഷ്, ഷംസുദ്ദീൻ എന്നിവരും പ്രതികളെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. പുല്ലാനിക്കാട് അയ്യങ്കുളം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വിദ്യാരാജഗോപാല മന്ത്രാർച്ചനയും സാരസ്വത പുഷ്പാഞ്ജലിയും നടന്നു. ചടങ്ങുകൾക്ക് ക്ഷേത്രം മേൽശാന്തി ശിവദാസൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ചടങ്ങിൽ നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ഫിഷറീസ് വകുപ്പിന്റെ പൊയ്യാടാക്കിലെ താൽക്കാലിക തൊഴിലാളികളെ നിയമിക്കുന്നതിൽ LDF അനുഭാവികളെ മാത്രം പരിഗണിക്കുന്നുവെന്നാരോപിച്ച് BJP ധർണ നടത്തി. കർഷക മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് KK അജയ്കുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു. പൊയ്യ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ധർണയിൽ സെക്രട്ടറി രാജേഷ് മോഹൻ അധ്യക്ഷനായി. മണ്ഡലം ജനറൽ സെക്രട്ടറി CS അനുമോദ്, KV സത്യവാൻ, PT പ്രസാദ്, KG മോഹനൻ, TK ഗോപി എന്നിവർ സംസാരിച്ചു. ലഹരിയിൽ നിന്ന് നാടിനെ യുവതലമുറയെ സംരക്ഷിക്കാൻ നാട്ടുകൂട്ടം കൂടി എങ്കേക്കാട് നിവാസികൾ. എങ്കേക്കാട് ഉങ്ങിൻതറ പരിസരത്ത് ചേർന്ന നാട്ടുകൂട്ടത്തിന് ഡിവിഷൻ കൌൺസിലർ ഷീല മുരളി അധ്യക്ഷത വഹിച്ചു. VP മധു, PK വിജയൻ, PG രവീന്ദ്രൻ, ശശി, ഗിരീശൻ, ഉണ്ണികൃഷ്ണൻ തിരുത്തിയിൽ, വിവിധ ക്ലബ്ബ് ഭാരവാഹികൾ, യുവജന സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ലഹരിക്കെതിരെ കർമ്മസമിതി, യുവാക്കൾ ഉൾപ്പെടുത്തി വളണ്ടിയർ വിംഗ്, വിദ്യാർത്ഥികൾ ഉൾപ്പെടുത്തി കുട്ടിപ്പട്ടാളം രൂപീകരിക്കാനും നാട്ടുകൂട്ടം തീരുമാനിച്ചു. പല സ്ഥലങ്ങളിലും നമ്മൾ പല ആളുകളെയും കാണാറുണ്ട്. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് നഗരസഭ 10 ദിവസങ്ങളായി നടത്തിവരാറുള്ള പുഷ്പോത്സവം ഇത്തവണ ഏപ്രിലിൽ നടത്താൻ കൌൺസിൽ യോഗത്തിൽ തീരുമാനം. കരാറെടുക്കാൻ ആരും തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് പുഷ്പോത്സവം ഏപ്രിലിലേക്ക് മാറ്റുന്നതെന്ന് നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ് അറിയിച്ചു. എന്നാൽ പുഷ്പോത്സവം സംഘടിപ്പിക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുന്നതിന് നഗരസഭയുടെ ഭാഗത്തുനിന്ന് വന്ന വീഴ്ചയാണ് ഇതിന് കാരണമെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ഉത്സവം തുടങ്ങാൻ 5 ദിവസം മാത്രം ശേഷിക്കെയാണ് ഇക്കാര്യം അജണ്ടയിൽ വരുന്നത്.
സംഘാടക സമിതി രൂപീകരിക്കുന്നതിനു മുമ്പ് പുഷ്പോത്സവം വിഷയം കൗൺസിൽ ചർച്ച ചെയ്യേണ്ടതായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് KP ഉദയൻ ചൂണ്ടിക്കാട്ടി. അവധിക്കാലമായതിനാൽ ഏപ്രിൽ മാസത്തിൽ വലിയ തിരക്കാണ് ഗുരുവായൂരിൽ അനുഭവപ്പെടുക. ഈ സമയത്ത് നഗരസഭയുടെ പാർക്കിംഗ് ഗ്രൗണ്ട് അടച്ചുകെട്ടി പരിപാടി നടത്തുമ്പോൾ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനാകാതെ വലിയ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. നിലവിലെ പാർക്കിംഗ് അപര്യാപ്തത മൂലം ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർ ഗുരുവായൂരിൽ എത്താൻ മടിക്കുകയാണെന്നും ഉദയൻ പറഞ്ഞു. ഉത്സവ സമയത്ത് തന്നെ പുഷ്പോത്സവം നടത്താത്തതിനെ BJP കൗൺസിലർ ശോഭ ഹരിനാരായണൻ വിമർശിച്ചു. മയക്കുമരുന്ന് ഉപയോഗവുമായി ബന്ധപ്പെട്ട കേസുകൾ ഗുരുവായൂരിൽ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ നഗരസഭ സ്വീകരിക്കേണ്ട മാർഗങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി സ്പെഷ്യൽ കൗൺസിൽ വിളിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. TC വിനോസ്, ഗുരുവായൂർ. ലഹരിക്കെതിരെ കൈകോർത്ത പാവറട്ടി സാന്റ് ജോസ് പബ്ലിക് സ്കൂളിൽ ബോധവൽക്കരണ സെമിനാർ നടത്തി. എക്സൈസ് ഓഫീസർ PL ജോസഫ് ലഹരി വിരുദ്ധ ബോധവൽക്കരണ സെമിനാറിന് നേതൃത്വം നൽകി. സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ദീപ്തി ജോൺ ലഹരി വിരുദ്ധ പ്രതിജ്ഞ വിദ്യാർത്ഥികൾക്ക് ചൊല്ലിക്കൊടുത്തു. വാർഡ് മെമ്പർ സിബി ജോൺസൺ അധ്യക്ഷനായിരുന്നു. VS എബി, P ചെറിയാൻ, ഐറിൻ ഫ്രാങ്കോ എന്നിവർ സംസാരിച്ചു. INTUC തോളൂർ മണ്ഡലം കൺവെൻഷൻ പറപ്പൂരിൽ നടന്നു. ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് KG പോൾസൺ അധ്യക്ഷത വഹിച്ചു. തോളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി, KN നാരായണൻ, AT ജോസ്, MB ജോസ്, തോമസ് ചിറമൽ, VK രഘുനാഥൻ, ജെയിംസ് മാളിയമ്മാവ്, K കുഞ്ഞുണ്ണി എന്നിവർ സംസാരിച്ചു. കൗതുക കാഴ്ചയൊരുക്കി പ്രവാസിയായ കലാകാരന്റെ കരവിരുതിൽ പിറവിയെടുത്ത ഗരുഡ ശില്പം. നൂലുവള്ളി AKG നഗറിലെ കൂടപ്ലാക്കൽ പ്രകാശനാണ് ചെമ്പുച്ചിറ കുളക്കരയോട് ചേർന്നുള്ള ഇലഞ്ഞിത്തറയിൽ ഗരുഡ ശില്പം തീർത്തിട്ടുള്ളത്. 1.5 മീറ്റർ ഉയരമുള്ള ശില്പം ഇരുമ്പ് കമ്പികളും സിമന്റും മണലും ഉപയോഗിച്ചാണ് നിർമ്മിച്ചത്. ആദ്യം വീട്ടിൽ വെച്ച് ഇരുമ്പ് കമ്പി കൊണ്ട് ഫ്രെയിം ഉണ്ടാക്കി. പിന്നീട് കുളക്കരയിൽ കൊണ്ടുവന്ന് ഉറപ്പിച്ച് മണലും സിമന്റും കൊണ്ട് പൊതിയുകയായിരുന്നു. തുടർന്ന് മിനുക്കുപണികൾ നടത്തി ഇനാമൽ പെയിന്റ് കൊണ്ട് നിറം കൊടുത്തു. ഒരാഴ്ച സമയമെടുത്താണ് പ്രകാശൻ ജീവസുറ്റ ഗരുഡ ശില്പം പൂർത്തിയാക്കിയത്. 28 വർഷമായിട്ട് വിദേശത്താണ് ജോലി ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ഒരു ശില്പം ഇവിടെ ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു ശില്പം ഇവിടെ ചെയ്തു. ഇത് വെച്ചാൽ ഞാൻ സ്റ്റാച്ചു ഉണ്ടാക്കാനായിട്ട് എനിക്ക് ചെറുപ്പം മുതലേ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പം ഞാൻ ക്ലേ കൊണ്ടൊക്കെ ഇങ്ങനെ സ്റ്റാച്ചുകളൊക്കെ ഉണ്ടാക്കായിരുന്നു. സ്കൂൾ പഠനകാലം മുതലേ ശില്പനിർമ്മാണത്തിൽ കരവിരുത് തെളിയിച്ചിട്ടുള്ള പ്രകാശൻ കഴിഞ്ഞ 28 വർഷമായി ഖത്തറിൽ ജോലി ചെയ്ത് വരികയാണ്. പ്രകാശന്റെ കലാലോകത്തേക്കുള്ള തിരിച്ചുവരവിനു കൂടിയാണിപ്പോൾ പൊതുസ്ഥലത്തെ ഗരുഡ നിർമ്മാണം വഴിയൊരുക്കിയിരിക്കുന്നത്. മുപ്പിളിയം കോടാലി റോഡരികിലെ ചെമ്പുച്ചിറ കുളക്കരയിലുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിനടുത്താണ് ശില്പം. അടുത്ത തവണ നാട്ടിലെത്തുമ്പോൾ ഇതിനടുത്തായി പെൻഗിന്റെ ശില്പം കൂടി നിർമ്മിക്കാനും ആഗ്രഹമുണ്ടെന്ന് പ്രകാശൻ പറഞ്ഞു. ഇനിയും ഇതേപോലെ ഓരോ രൂപങ്ങളും പല രൂപങ്ങളും ചെയ്യാനായിട്ട് സ്റ്റാച്ചു ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അവസരങ്ങൾ കിട്ടാണെങ്കിൽ ചെയ്യും. TC വിനോസ്, കൊടകര. വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷന് സമീപം വാഹനമിടിച്ച് കുരങ്ങൻ ചത്തു. ഇടിച്ച വാഹനം നിർത്താതെ പോയി. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് വടക്കാഞ്ചേരി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ അശോക് രാജിന്റെ നേതൃത്വത്തിൽ അധികൃത സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ K സുധീർ, അച്യുതൻ, ഷാജു എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. കയ്പമംഗലം പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്കുള്ള ലാപ്ടോപ്പ് വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി ഉദ്ഘാടനം നിർവഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇസഹാഖ് പുഴങ്കരയിലത്ത് അധ്യക്ഷത വഹിച്ചു. ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ അശ്വിൻ രാജ്, പഞ്ചായത്ത് അംഗങ്ങളായ ബീന സുരേന്ദ്രൻ, ജിനൂബ്, അബ്ദുൾ റഹിമാൻ, ഖദീജ പുതിയ വീട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്കായി ഗുരുവായൂർ നായർ സമാജം ഏർപ്പെടുത്തിയ കർമ്മശ്രീ പുരസ്കാരത്തിന് അഡ്വക്കേറ്റ് രവി ചങ്കത്തിനെയും നാരായണീയ കൗസ്തുഭ പുരസ്കാരത്തിനായി പുഷ്കല കൃഷ്ണമൂർത്തിയെയും തിരഞ്ഞെടുത്തു.
കുറൂരമ ദിനത്തോടനുബന്ധിച്ച് വ്യാഴാഴ്ച മമ്മിയൂർ കൈലാസം ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ആധ്യാത്മിക സമ്മേളനത്തിൽ ജസ്റ്റിസ് പി സോമരാജൻ പുരസ്കാര സമർപ്പണം നിർവഹിക്കും. ഉണ്ണികൃഷ്ണൻ പുതൂർ സ്മാരക ട്രസ്റ്റ് ആൻഡ് ഫൗണ്ടേഷന്റെ പുതൂർ പുരസ്കാരം നോവലിസ്റ്റ് UK കുമാരന് 11,111 രൂപയും ആർട്ടിസ്റ്റ് JR പ്രസാദ് രൂപകൽപ്പന ചെയ്ത വെങ്കല ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഉണ്ണികൃഷ്ണൻ പുതൂരിന്റെ 11ാം ചരമവാർഷിക ദിനമായ ഏപ്രിൽ 2 നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ പുരസ്കാരം സമ്മാനിക്കും. ആലപ്പാട് പുള്ള് സർവീസ് സഹകരണ ബാങ്ക് അംഗങ്ങൾക്കുള്ള സമാശ്വാസ നിധിയും റിസ്ക് ഫണ്ടും വിതരണം ചെയ്തു. ചാഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ് വിതരണം നിർവഹിച്ചു. ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് KV ഹരിലാൽ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് KS ശേഗേഷ്, ജനപ്രതിനിധികളായ വിനീത ബെന്നി, രജനി തിലകൻ, ഷില്ലി ജിജുമോൻ, PK ഓമന എന്നിവർ സന്നിഹിതരായിരുന്നു. 11 അംഗങ്ങൾക്കായി 4.5 ലക്ഷം രൂപയുടെ സഹായമാണ് നൽകിയത്. എടമുട്ടം പാലപ്പെട്ടി ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ അശ്വതി വേല ആഘോഷിച്ചു. കാഴ്ചശീവേലിൽ 5 ആനകൾ അണിനിരുന്നു. പാറമേക്കാവ് കാശിനാഥൻ ഭഗവതിയുടെ തിടമ്പേറ്റി. പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ മേളവും അകമ്പടിയായി. ധീവര സമുദായത്തിന്റെ വേട്ടുവ സമുദായത്തിന്റെയും വിവിധ ദേശങ്ങളിൽ നിന്നുള്ള താലംവരവും തുടർന്ന് പറയ പുലയ സമുദായാംഗങ്ങളുടെ കുതിരക്കളിയും ദാരികനും ഉണ്ടായിരുന്നു. കൂത്തുപണിക്കന്മാർ രാമശരം സമർപ്പിച്ചതോടെ അശ്വതി വേലയ്ക്ക് സമാപനമായി. പൈങ്കുളം വാഴാലിക്കാവിൽ തട്ടകത്തമ്മയുടെ വേലയാഘോഷിച്ചു. പാഞ്ഞാൾ പഞ്ചായത്തിൽ ഉൾപ്പെട്ട പൈങ്കുളം വാഴാലിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രധാന പങ്കാളികളായ അങ്ങാടിക്കാവ്, പാക്കനാർ, മുല്ലക്കാവ്, പടിഞ്ഞാറ്റുമുറി, ഉന്നത്തൂർ എന്നീ വിഭാഗങ്ങളുടെയും മറ്റ് 9 ചെറു ആഘോഷ കമ്മിറ്റികളുടെയും പൂരങ്ങളാണ് ക്ഷേത്രത്തിൽ കാവുകയറിയത്. കൂട്ടിയെഴുന്നള്ളിപ്പിൽ 14 ഗജവീരന്മാർ അണിനിരന്നു. കിഴക്കൂട്ട അനിയന്മാരുടെ നേതൃത്വത്തിൽ മേളം അകമ്പടിയായി. തിരുവല്ലാമല പാമ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പഠനോത്സവം പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ വിനി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. SMC പ്രസിഡന്റ് K സംഗീത അധ്യക്ഷത വഹിച്ചു. തിരുവല്ലാമല സീനിയർ അസിസ്റ്റന്റ് BN സുധ, CRC കോർഡിനേറ്റർ അനീഷ, മുതിർന്ന അധ്യാപകൻ MG ബിനു, മറ്റ് അധ്യാപകരായ സീമ RG നായർ, VP നിഷ എന്നിവർ സംസാരിച്ചു. അംഗനവാടി ജീവനക്കാരെ സർക്കാർ ജീവനക്കാരായി കേന്ദ്ര സർക്കാർ അംഗീകരിക്കണമെന്ന് അംഗനവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ മുല്ലശ്ശേരി പ്രൊജക്ട് സമ്മേളനം ആവശ്യപ്പെട്ടു. CITU മണലു ഏരിയ സെക്രട്ടറി VG സുബ്രഹ്മണ്യൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി KK പ്രസന്നകുമാരി, CITU ജില്ലാ കമ്മിറ്റി അംഗം സിസ K വിജയൻ, സംഘാടക സമിതി ചെയർമാൻ BR സന്തോഷ്, CPM മണലു ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ്, പ്രൊജക്ട് സെക്രട്ടറി KP ശ്രീജ, PA ഷൈൻ, TD സുനിൽ, KK ഷീല എന്നിവർ സംസാരിച്ചു. പ്രശ്നങ്ങൾ ഉയർത്തി നമ്മൾ സമരപ്രക്ഷോഭം സംഘടിപ്പിക്കപ്പെടുമ്പോഴും സമൂഹത്തിന്റെ ആകെ പ്രശ്നങ്ങൾ എന്ത്, സമൂഹത്തെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്ത് എന്നത് കൂടി. കൊടകര ക്രിക്കറ്റ് ക്ലബിന്റെ നേതൃത്വത്തിൽ തൃശൂരിൽ നടന്ന ചിയേഴ്സ് കപ്പ് ഓൾ കേരള 2020 ക്രിക്കറ്റ് ടൂർണമെന്റിൽ തൃശൂർ ലുങ്സ് ക്രിക്കറ്റ് അക്കാദമി ജേതാക്കളായി. ശ്രീ കേലവർമ്മ കോളേജ് ഗ്രൌണ്ടിൽ നടന്ന ഫൈനലിൽ തൃപ്പൂണിത്തുറ ക്രിക്കറ്റ് ക്ലബിനെ 6 വിക്കറ്റിനാണ് തൃശൂർ ലുങ്സ് അക്കാദമി പരിചയപ്പെടുത്തിയത്. കലാശപ്പോരിൽ 3 വിക്കറ്റ് നേട്ടത്തോടെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ലുങ്സിന്റെ ദേവപ്രസാദ് മത്സരത്തിലെ താരമായി. ടൂർണമെന്റിൽ 11 വിക്കറ്റുകൾ നേടി മികച്ച ബൌളറായി തിരഞ്ഞെടുത്ത ഇതൾ വടക്കാഞ്ചേരിയുടെ PS നവനീതാണ് ടൂർണമെന്റിലെ താരവും. തൃപ്പൂണിത്തുറ ക്രിക്കറ്റ് ക്ലബിന്റെ സഞ്ജീവ് സതീശൻ മികച്ച ബാറ്ററായും
ലൂങ്സ് ക്രിക്കറ്റ് അക്കാദമിയുടെ സൽമാൻ യൂസഫ് മികച്ച വിക്കറ്റ് കീപ്പറായും സഞ്ജൻ മികച്ച ഫീൽഡറായും തിരഞ്ഞെടുക്കപ്പെട്ടു. വിജയികൾക്കുള്ള ട്രോഫികൾ സമാപന ചടങ്ങിൽ വിശിഷ്ടാതിഥികൾ സമ്മാനിച്ചു. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ കൌൺസിലർ സതീഷ്, ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് സദാനന്ദൻ, ജോയിന്റ് സെക്രട്ടറി ലിയോ വിൻസെന്റ്, സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ KS രാമദാസ്, കേരളവർമ്മ കോളേജ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ മേധാവി ശിവറാം, സ്പോർട്സ് കൌൺസിൽ അംഗം ശശി, BCCI ലെവൽ 2 കോച്ച് സലീം, ഭാരവാഹികളായ മോഹനൻ, നന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഫെബ്രുവരി 17 ആരംഭിച്ച ടൂർണമെന്റിൽ സംസ്ഥാനത്തു നിന്നുള്ള 24 ടീമുകളാണ് പങ്കെടുത്തത്. സ്വർണ്ണവെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണ്ണ ഗ്രാമിന് 7,990 രൂപ, പവന് 63,920 രൂപ. വെള്ളി ഗ്രാമിന് 106 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,326 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. പാലപ്പള്ളി ചൊക്കരയിൽ വീട്ടുമുറ്റത്ത് കാട്ടാന ഇറങ്ങി വാഴകൃഷി നശിപ്പിച്ചു. അതിരപ്പള്ളിയിൽ മറ്റൊരു കാട്ടാനയ്ക്ക് കൂടി പരിക്കേറ്റതായി വിവരം. ജനവാസ മേഖലയിലെ സ്ഥിര സാന്നിധ്യമായ ഏഴാറ്റുമുഖം ഗണപതിക്കാണ് പരിക്കേറ്റത്. ചാവക്കാട് വസ്ത്ര വ്യാപാര സ്ഥാപനത്തിൽ ചുമർ കുത്തി തുറന്ന മോഷണ ശ്രമം. ബീച്ച് റോഡിലെ മാ ആൻഡ് ബേബി എന്ന സ്ഥാപനത്തിലാണ് മോഷണ ശ്രമം നടന്നത്. കൊല്ലൂർ സെന്ററിൽ സ്കൂട്ടറിന് പിറകിൽ ലോറിയിടിച്ച് സ്കൂട്ടർ യാത്രികന് ദാരുണാന്ത്യം. ചേർപ്പ് പാറക്കോവിൽ സോമൻ വാര്യരാണ് മരിച്ചത്. മനക്കൊടിയിൽ നിർത്തിയിട്ട പെട്ടി ഓട്ടോറിക്ഷ കിണറിന്റെ ആൾമറ ഇടിച്ചു തകർത്തു. മതിലകം കഴിവിലങ്ങിൽ യുവതി തൂങ്ങി മരിച്ച സംഭവത്തിൽ രണ്ടാം ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം സ്വദേശിനി അനുവാണ് മരിച്ചത്. മതിലകം കഴിവിലങ്ങ് സ്വദേശി പ്രശാന്തനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊടുങ്ങല്ലൂർ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ചെറുഭരണിക്ക് കൊടിയേറി. 18 കാവുകളിൽ കുംഭഭരണി ഇന്ന് ആഘോഷിക്കുന്നു. വെലുപാടം കവരംപള്ളിക്കുന്നിൽ വൻ തീപിടുത്തം. പുലിക്കണ്ണി മുള ഗവേഷണ കേന്ദ്രത്തിന്റെ അതിർത്തിയോട് ചേർന്നുള്ള പറമ്പുകളാണ് തീ പടർന്നത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.